മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളും സംഘർഷങ്ങളും അതീവ ഗുരുതരമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയുടെ പ്രതിരോധ വ്യോമ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി വൻ ആയുധ കരാറിന് അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഏകദേശം $2 ബില്യൺ, കൃത്യമായി പറഞ്ഞാൽ $1.96 ബില്യൺ മൂല്യം വരുന്ന അത്യാധുനിക ആയുധങ്ങൾ സൗദിക്ക് വിൽക്കാനുള്ള തന്ത്രപരമായ തീരുമാനത്തിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി അംഗീകാരം നൽകി. ഗൾഫ് മേഖലയിലെ തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നിനെ കൂടുതൽ സായുധമാക്കുന്നതിലൂടെ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും നിലനിർത്താൻ സാധിക്കുമെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും തമ്മിൽ ടെലിഫോൺ വഴി നടത്തിയ നിർണായക ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ വലിയ പ്രതിരോധ കരാർ പുറത്തുവരുന്നത്. അത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നിലവിൽ. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതനുമായി സൗദി അറേബ്യ വീണ്ടും കടുത്ത യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന നിർണായക സാഹചര്യത്തിലാണ് ഈ ആയുധ കൈമാറ്റം നടക്കുന്നത്. അടുത്തിടെ തെക്കൻ സൗദി നഗരമായ അബഹയിലെ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങൾ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇറാനിലെ ഉയർന്ന സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഹൂതി പ്രതിനിധി സംഘത്തിന്റെ വിമാനം സന വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തടയാൻ യമൻ ഔദ്യോഗിക സർക്കാർ നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ സൗദി അറേബ്യയാണെന്ന് ആരോപിച്ചാണ് ഹൂതികൾ ഈ തിരിച്ചടി നടത്തിയത്. ആധുനിക യുദ്ധമുറകളിൽ കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള അസിമെട്രിക് ആക്രമണങ്ങൾ തടയുക എന്നത് സൗദിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വ്യോമാതിർത്തികൾ സുരക്ഷിതമാക്കാനും അതുപോലെ തന്നെ ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും പുതിയ ആയുധ ശേഖരം സൗദിയെ സഹായിക്കും. സൗദി അറേബ്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാനൊരുങ്ങുന്ന ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 20,000-ഓളം വരുന്ന അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം, അതായത് APKWS-2 ലേസർ ഗൈഡഡ് റോക്കറ്റുകളും അവയുടെ വാർ ഹെഡുകളുമാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന 70 മില്ലിമീറ്റർ ഹൈഡ്ര റോക്കറ്റുകളെ ലേസർ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അത്യാധുനികവും കൃത്യതയാർന്നതുമായ മിസൈലുകളാക്കി മാറ്റുന്ന സംവിധാനമാണിത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ശത്രുക്കളുടെ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളെ മാത്രം തകർക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നത് യുദ്ധരംഗത്ത് വലിയ നേട്ടമാണ്. കുറഞ്ഞ ചെലവിൽ വിനാശകാരികളായ ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും അനായാസം നേരിടാൻ സാധിക്കുമെന്നതാണ് ഈ ആയുധങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. അമേരിക്കൻ പ്രതിരോധ ഭീമന്മാരായ BAE സിസ്റ്റംസ് ആയിരിക്കും ഈ ആയുധങ്ങളുടെ നിർമ്മാണ കരാറുകാർ. സൗദി അറേബ്യയുടെ F-15 യുദ്ധവിമാനങ്ങളിലും അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിലും ഈ സംവിധാനം എളുപ്പത്തിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അമേരിക്കയുടെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. നാറ്റോ സഖ്യത്തിന് പുറത്തുള്ള തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പങ്കാളിയായ സൗദി അറേബ്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് വഴി അമേരിക്കയുടെ തന്നെ വിദേശ നയ ലക്ഷ്യങ്ങളും ദേശീയ സുരക്ഷയും സംരക്ഷിക്കപ്പെടുകയാണെന്ന് US അധികൃതർ വ്യക്തമാക്കുന്നു. റീജിയണൽ ശക്തിയായ ഇറാന്റെ പശ്ചിമേഷ്യയിലെ സ്വാധീനത്തെയും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ സൗദിയെ സജ്ജമാക്കുക എന്നത് അമേരിക്കയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ്. സൗദി പ്രതിരോധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ മേഖലയിലെ മറ്റ് അന്താരാഷ്ട്ര സഖ്യസേനകളുമായും നാറ്റോ സേനകളുമായും ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവും വികസിക്കും. ഇറാനുമായുള്ള നേരിട്ടുള്ള തർക്കങ്ങളും വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹൂതികളുടെ പുതിയ പ്രകോപനങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ സൗദിയുടെ പക്ഷത്ത് അമേരിക്ക ഉറച്ചു നിൽക്കുന്നു എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഈ പുതിയ ആയുധ അനുമതി നൽകുന്നത്. ആധുനിക പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് ഇത്തരം വൻകിട ആയുധ ഇടപാടുകൾ നടക്കുന്നത്. സാമ്പത്തിക പുരോഗതിയും ഗൾഫ് മേഖലയുടെ സുരക്ഷിതത്വവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സൗദി അറേബ്യയ്ക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. എങ്കിലും ആയുധ ബലത്തിലൂടെയുള്ള പ്രതിരോധത്തിനൊപ്പം തന്നെ നയതന്ത്ര ചർച്ചകളുടെയും പ്രാദേശികമായ സമാധാന ശ്രമങ്ങളിലൂടെയും മാത്രമേ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. തങ്ങളുടെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ സൗദി അറേബ്യ നടത്തുന്ന ഈ പ്രതിരോധ നവീകരണം വരും ദിവസങ്ങളിൽ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.